ഇനി നമുക്ക് കുറച്ച് കക്ക ക്ലീൻ ചെയ്യാം. ഞാൻ കക്ക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് വൃത്തിയാക്കുന്ന കാര്യമാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് വൃത്തിയാക്കേണ്ട കാര്യമൊന്നും ഞാൻ എങ്ങനെയാണെന്നും പറഞ്ഞു തരാൻ ഐസ് പിടിച്ചിരിക്കും. ഇന്നലെ വാങ്ങിച്ച ഫ്രിഡ്ജ് വെച്ചാണ്. അപ്പം ഇത് നമുക്ക് ഇതിങ്ങനെ കുത്തി ഇതിലെ അഴുക്കെല്ലാം കളയണം. അപ്പോൾ ഒരു ചട്ടിയും കൂടെ നമുക്ക് വേണം. ഒരു ചട്ടി എടുക്കട്ടെ. ഓക്കെ, വേണ്ടേ? അപ്പം നമുക്ക് ഇതിൽ തന്നെ ഈ വേസ്റ്റ് കുത്തിയിടണ്ട. ഈ ഒരു കവറിലൂടെ കുത്തി വേണ്ട ഇങ്ങനെ കുത്തണം. എന്നിട്ട് ഇങ്ങനെ ഇടണം. ഇത് മുഴുവൻ നിന്ന് കുത്തേണ്ടി. ഇത് ഐസ് പോയിട്ടില്ല. ഇത് ഐസ് പോയതൊക്കെ നമുക്കിനി കുത്തിയെടുക്കാം. അപ്പം മീനും കൂടെ കുത്തുമായിരിക്കുമെന്ന് തോന്നുന്നു, അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഇതിന്ന് ഒരു 4 മണിയാകുമ്പോഴാണ് വെച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാനിവിടെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം കുത്തിക്കഴിഞ്ഞിട്ട് കാണിക്കണം. ഓക്കെ, ഇത് മുഴുവൻ ഞാൻ കുത്തട്ടെ. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബ്രെഡ് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ടാണ് കേട്ടോ. ഇത് വെച്ചിട്ട് വേണം ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളേരി ഇല്ല, അത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് എളുപ്പം നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് കുത്തി ഇതും കൂടെ കൂട്ടാൻ വെച്ച് കഴിക്കാൻ ഓർത്തിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട് ഗൈസ്, നല്ല വിശപ്പ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ്. അതിന് ശേഷം ഞങ്ങളിതെല്ലാം കൂടെ രണ്ടുപേരും കൂടി എളുപ്പം അങ്ങ് കുത്തി കേട്ടോ. ഇത് കുത്തിയില്ല, ഇത് കൊള്ളൂല. ഇത് കുത്തി ഇതിൻ്റെ അകത്ത് അഴുക്ക് മുഴുവൻ കളഞ്ഞാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഒരു ഒരു കൊള്ളൂല, ചേറ് ചുവയ്ക്കും. ഇത് എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് ഇത് വാങ്ങാൻ തന്നെ മടി. ഇത് കുത്തിയെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും. പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ശരിയാക്കി വെച്ച ശേഷം അതിന് വേണ്ട സവാള ഒരു 3 സവാള എടുത്ത് 3 സവാളയും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളക് അതും കൂടെ നമുക്ക് ഈ കൊച്ചുള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. പക്ഷേ കൊച്ചുള്ളി പൊളിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി എടുത്തില്ല. കാരണം ഇനി അത് പൊളിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയത്തില്ല. ഇപ്പം തന്നെ വിശന്നിട്ട് വയ്യ. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ചോപ്പർ കുട്ടൻ്റെ അകത്തോട്ടിട്ട് ചോപ്പർ നിങ്ങളുടെ വീട്ടിലാരുടെയും വീട്ടിൽ ചോപ്പർ അല്ലെങ്കിൽ ഒരു ചോപ്പർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിയും. ഇത് വലിയ കുഞ്ഞാന്ന് അരിഞ്ഞ് വരുമ്പോൾ എന്തുമാത്രം താമസിക്കും. ഇതാകുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പരിപാടി അങ്ങ് കഴിയും. എന്നിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കിയാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് കടുക് പൊട്ടിച്ചില്ല. കടുക് പൊട്ടിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചില്ല. അതിനുശേഷം ചൂടായ ശേഷം ഈ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമ്മളതിൻ്റെ ഒരു ഗോൾഡൻ പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പൊടികൾ ചേർക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പൊടി, ഗരം മസാലയല്ല, ചിക്കൻ പൊടി. അതും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരുക്കി വെച്ചിരിക്കുന്ന കക്ക എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് അരപ്പെല്ലാം കൂടി ഇതിലോട്ട് യോജിച്ച ശേഷം കുറച്ച് തിളച്ച വെള്ളം കൊണ്ട് ഒഴിക്കുക. ഞാൻ എൻ്റെ കറിക്കകത്തിൽ തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിനൊരു പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് വേറെ ഒരു ടേസ്റ്റ് ആകും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ തിളച്ച വെള്ളം ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതങ്ങോട്ട് ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസായ കുരുമുളക് പൊടി അങ്ങ് തൂകി കൊടുക്കണം. ഇതിൽ കുരുമുളക് പൊടി അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ വയ്ക്കുന്ന വേറൊരു പാൻ, ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് എളുപ്പം നമുക്ക് മൂത്ത് മൊരിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്നില്ലയോ, ഇത് നമ്മളിത് മൊരിഞ്ഞ് വന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെ റെഡി ആയിരിക്കണം. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അടച്ച് വെച്ചില്ലെങ്കിൽ പൊട്ടി മുഖമൊക്കെ അങ്ങ് നമ്മുടെ സെറ്റാകും. അതുകൊണ്ട് നിങ്ങൾ എളുപ്പം അങ്ങ് അടച്ച് വയ്ക്കുക. കുറച്ച് കറിവേപ്പിലയും കൊണ്ട് നന്നായിട്ട് തന്നെ ഈ ഒരു പരുവമൊക്കെ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. ഇത് മൊരിയും തോറും ഈ കക്ക ഇങ്ങനെ പൊട്ടിത്തെറിക്കും. എന്തോ ടേസ്റ്റ്. എൻ്റെ കയ്യിരുന്ന് തന്നെ ഒരെണ്ണം പൊട്ടി എൻ്റെ മുഖത്ത് തെറിച്ചു. എൻ്റെ മുഖം പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ചോറ് വിളമ്പി, നല്ല വെള്ളച്ചോറ്, പിന്നെ നമ്മുടെ കക്കയും കുറച്ച് നാരങ്ങാച്ചാറും കുറച്ച് നമ്മുടെ ചൂരയച്ചാർ വരുന്നേ. ഇതിൻ്റെ അകത്തൊരു ചാറുകറി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. മോരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷേ മോര് വയ്ക്കാനുള്ള ക്ഷമയില്ലായിരുന്നു, അതുകൊണ്ട് വെച്ചില്ല. നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. സബും ലൈക്കും ഹൈപ്പും ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ആരും. എന്നാൽ ഓക്കെ, ടാറ്റ ബൈ ബൈ, സി യു.